എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. ഒരു RC ഓണറുടെ പേരിൽ ഒന്നിലധികം വാഹനങ്ങളുണ്ടെങ്കിൽ 5, 10 അതിലധികമോ ഒക്കെ ആകാം. ഇങ്ങനെ ഒന്നിലധികം വാഹനങ്ങളുണ്ടെങ്കിൽ ആ വാഹനങ്ങളുടെ എല്ലാം ഇൻഷുറൻസ് തുകയിൽ ഗണ്യമായ തുക കുറയ്ക്കുവാൻ കഴിയുന്ന ഒരു ഇൻഷുറൻസിനെ കുറിച്ചാണ് നമ്മളിവിടെ നോക്കുന്നത്. അതെങ്ങനെ ഓൺലൈനായി എടുക്കാമെന്നും വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. RCയും ഡ്രൈവിംഗ് ലൈസൻസും ഇൻഷുറൻസും ഉൾപ്പെടെ ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. 1988 ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്ട് അനുസരിച്ച് എല്ലാവിധ മോട്ടോർ വാഹനങ്ങളും ഇൻഷുറൻസ് എടുത്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. മോട്ടോർ ഇൻഷുറൻസിനെ നമുക്ക് പ്രധാനമായും രണ്ടായി തിരിക്കാവുന്നതാണ്. ആദ്യത്തേത് ലയബിലിറ്റി ഇൻഷുറൻസ് എന്ന തേർഡ് പാർട്ടി ഇൻഷുറൻസും മറ്റൊന്ന് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് എന്ന ഫുൾ പാക്കേജ് പോളിസിയും. അതായത് ഒന്നുകിൽ ലയബിലിറ്റി ഇൻഷുറൻസോ അതല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസോ രണ്ടിലൊന്ന് നമ്മുടെ വാഹനത്തിന് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇതിലേറ്റവും ചിലവ് കുറഞ്ഞ് എടുക്കാൻ സാധിക്കുന്നത് ലയബിലിറ്റി ഇൻഷുറൻസ് എന്ന തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉള്ളൊരു വാഹനം അപകടത്തിൽപ്പെടുകയാണെങ്കിൽ അപകടം മൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന വ്യക്തിക്കോ സ്വത്തിനോ ഉള്ള കവറേജാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് കൊണ്ട് ലഭ്യമാകുന്നത്. എന്നാൽ ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉള്ളൊരു വാഹനം അപകടത്തിൽപ്പെടുകയാണെങ്കിൽ ആ വാഹനത്തിനുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പരിഹരിക്കത്തില്ല. അതിന് നമുക്ക് ഫുൾ പാക്കേജ് പോളിസി അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് തന്നെ വേണം. തേർഡ് പാർട്ടി ഇൻഷുറൻസോ ഫുൾ പാക്കേജ് പോളിസിയോ ഉള്ള വാഹനം അപകടത്തിൽപ്പെട്ടാൽ ഡ്രൈവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കണമെങ്കിൽ പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജും കൂടി അതിനോടൊപ്പം എടുത്തിരിക്കണം. 15 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജും നിർബന്ധമായും എടുത്തിരിക്കേണ്ടുന്ന ഒന്ന് തന്നെയാണ്. ഇത് തേർഡ് പാർട്ടി ഇൻഷുറൻസിലും ഫുൾ പാക്കേജ് ഇൻഷുറൻസിലും ലഭ്യമാണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസിനൊപ്പം OD പ്രീമിയം കൂടി ചേർന്ന് വരുന്നതാണ് ഫുൾ പാക്കേജ് പോളിസി. OD പ്രീമിയം എന്നാൽ ഓൺ ഡാമേജ് പ്രീമിയം എന്നാണ്. വണ്ടിക്ക് അപകടത്തിൽ ഡാമേജ് സംഭവിച്ചാൽ അത് പണിയുവാനുള്ള കവറേജ് ലഭിക്കുന്നതിനെയാണ് OD പ്രീമിയം എന്ന് പറയുന്നത്. ഇവിടെ ഈ പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജ് 15 ലക്ഷം രൂപയ്ക്കാണ് ഓണർ ഡ്രൈവർക്ക് ലഭിക്കുന്നത്. ഇതിൽ കവർ ചെയ്യപ്പെടുന്നത് മരണം സംഭവിക്കുകയാണെങ്കിൽ 100% ലഭിക്കും. അതുപോലെ തന്നെ അപകടത്തിൽ 2 കൈകാലുകൾ നഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ 2 കണ്ണുകൾ അല്ലെങ്കിൽ 1 കാലോ 1 കണ്ണോ നഷ്ടപ്പെടുന്ന അവസരങ്ങളിലും 100% അതായത് 15 ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കും. കൂടാതെ 1 കണ്ണിൻ്റെ കാഴ്ചയോ 1 അവയവമോ നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളിൽ 50%, പൂർണ്ണമായ അംഗവൈകല്യം സംഭവിക്കുന്ന സന്ദർഭങ്ങളിൽ 100% പരിരക്ഷ ലഭിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്നത് ബൈക്കിൻ്റെ തേർഡ് പാർട്ടി പ്രീമിയമാണ്. 1167 രൂപയാണ് വന്നിരിക്കുന്നത്. ന്യൂ ഇന്ത്യ അഷുറൻസിൻ്റെ ഇൻഷുറൻസാണ്. ഇവിടെ ബേസിക് തേർഡ് പാർട്ടി പ്രീമിയം 714 അതിനോടൊപ്പം കമ്പൽസറി PA പ്രീമിയം പേഴ്സണൽ ആക്സിഡൻറ്റ് പ്രീമിയമാണ് 275 രൂപ വന്നിട്ടുണ്ട്. 15 ലക്ഷം രൂപയ്ക്ക് 275 രൂപയാണ് പേഴ്സണൽ ആക്സിഡൻറ്റ് പ്രീമിയമായിട്ട് വരുന്നത്. ഇതാണ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നത്. ഇത് എല്ലാ വാഹനങ്ങളുടെ ഇൻഷുറൻസിനൊപ്പവും ഇത് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിനോടൊപ്പം ടാക്സും കൂടെ ചേർത്ത് ആണ് 1167 വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ PA പ്രീമിയം അടയ്ക്കാതെ എടുത്ത ഇൻഷുറൻസാണിത്. ഇവിടെ നമുക്ക് ടോട്ടൽ പ്രീമിയം വന്നിരിക്കുന്നത് 842 രൂപ മാത്രം. ഇവിടെ PA പ്രീമിയം നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇതും നേരത്തെ കാണിച്ച അതേ കാറ്റഗറിയിലുള്ള ബൈക്കിൻ്റെ ഇൻഷുറൻസ് തന്നെയാണ്. ഇവിടെ PA കവറേജ് വന്നിട്ടില്ല. അതുകൊണ്ട് ടാക്സ് ഉൾപ്പെടെ 842 രൂപയെ വന്നിട്ടുള്ളൂ. നേരത്തെ 1167 രൂപയായിരുന്നു. ഇതെങ്ങനെയാണ് കുറഞ്ഞത് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇവിടെ അത് കുറഞ്ഞതിന് വേണ്ടി എടുത്ത പോളിസിയാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എഴുതിയിരിക്കുന്നത് കാണാം, സ്റ്റാൻഡ് അലോൺ കമ്പൽസറി പേഴ്സണൽ ആക്സിഡൻറ്റ് ഫോർ ഓണർ ഡ്രൈവർ എന്ന് കൊടുത്തിരിക്കുന്നതാണ്. ഈ ഒരു ഇൻഷുറൻസാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കേണ്ടുന്നത്. സെപ്പറേറ്റ് ഇത് മാത്രമായിട്ട് എടുക്കുന്നതിനെയാണ് സ്റ്റാൻഡ് അലോൺ PA പോളിസി എന്ന് പറയുന്നത്. ഈ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾക്ക് ഈ ഒരു പോളിസി മാത്രം ഉപയോഗിക്കുവാൻ സാധിക്കും. മറ്റുള്ള ഇൻഷുറൻസുകളിൽ നിന്നൊക്കെ ഈ 275 രൂപയോ അതിന് മുകളിലോ ഉള്ള തുക കുറയ്ക്കുവാനും സാധിക്കും. ഇൻഷുറൻസ് കമ്പനി മാറുന്നതിനനുസരിച്ച് തുകയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. ഈ ഒരു PA പോളിസി മാത്രമായിട്ട് എടുക്കുന്നതിന് സ്റ്റാൻഡ് അലോൺ ആയിട്ട് എടുക്കുന്നതിന് നമുക്ക് ചിലവാകുന്നത് 443 രൂപയാണ്. ഈ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ ആ RC ഓണറുടെ പേരിൽ എത്ര വാഹനങ്ങളുണ്ടെങ്കിലും ആ വാഹനങ്ങളുടെയൊക്കെ പ്രീമിയത്തിൽ നിന്നും ഈ PA കവറേജിനുള്ള തുക കുറയ്ക്കുവാൻ സാധിക്കും. പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി എടുക്കുമ്പോൾ സ്റ്റാൻഡ് അലോൺ ആയിട്ട് എടുക്കുമ്പോൾ ഓണർ ഡ്രൈവറുടെ ലൈസൻസ് ഡീറ്റെയിൽസ് കൊടുക്കണം. അതുപോലെ തന്നെ എത്ര വാഹനങ്ങൾ ആ RC ഓണറുടെ പേരിലുണ്ടോ ആ വാഹനങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുകയും വേണം. ഇങ്ങനെയുള്ള സ്റ്റാൻഡ് അലോൺ PA കവറേജ് പോളിസി ഓൺലൈനായിട്ട് എങ്ങനെ എടുക്കാം എന്നതിൻ്റെ വീഡിയോ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അടങ്ങിയ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ അതിൻ്റെ ലിങ്കുകൾ കൊടുത്തിരിക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ
സ്റ്റാൻഡ് അലോൺ PA കവറേജ് പോളിസി എടുത്താൽ മതിയാകും. മറ്റു വണ്ടികളുടെ ഇൻഷുറൻസൊക്കെ നമുക്കിഷ്ടമുള്ള കമ്പനികളിൽ നിന്നും ഇൻഷുറൻസ് എടുക്കുകയും ചെയ്യാവുന്നതാണ്. 5 വാഹനങ്ങൾ വരെ ഓൺലൈനായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഏതാണ്ട് 10 അതിൽ കൂടുതലും ഒക്കെ വാഹനങ്ങളുള്ളവർ ഇൻഷുറൻസ് കമ്പനിയെ നേരിട്ട് സമീപിച്ചാണ് പോളിസി എടുക്കേണ്ടുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഓണർ ഡ്രൈവർ വണ്ടി ഓടിക്കുകയോ പില്യൺ ആയിട്ട് സഹയാത്രികനായിട്ട് ആ വണ്ടിയിൽ യാത്ര ചെയ്യുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഓണർ ഡ്രൈവർക്ക് മാത്രമേ 15 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജ് ലഭിക്കൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. സ്റ്റാൻഡ് അലോൺ PA കവറേജിനുള്ള പോളിസി ഓൺലൈനായിട്ട് എങ്ങനെ എടുക്കാം എന്നതിൻ്റെ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.